ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നിന്നും ഈ 4-ാം ദിവസവും ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നയമാന്റെ വീട്ടിലെ ഈ ചെറിയ പെൺകുട്ടിയുടെ ഒരു വാചകത്തിൽ നിന്നും അവളുടെ ചില ഗുണങ്ങളെ മനസ്സിലാക്കുവാനും അതിലൂടെ ചില ആത്മീക പാഠങ്ങൾ മനസ്സിലാക്കുവാനുമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുവാൻ അവളെ യോഗ്യയാക്കിയ പ്രസ്താവന നമുക്കൊരിക്കൽ കൂടി വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 3-ാം വാക്യം. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നയമാൻ ഒരു പരാക്രമശാലിയായിരുന്നെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു എന്ന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ ചെറിയ പെൺകുട്ടി നയമാൻ കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ആമുഖത്തിൽ നാം ഓർത്തതുപോലെ നയമാൻ ഐസൊലേഷനിൽ ഇരിക്കേണ്ട ഒരു കുഷ്ഠരോഗി ആയിരുന്നില്ല. തനിക്ക് രോഗമുണ്ടെങ്കിലും തന്റെ ജോലി കാര്യങ്ങളിൽ വ്യാപൃതനാകുവാൻ കഴിയുമായിരുന്നു. തന്റെ ശരീരത്തിൽ ഏത് ഭാഗത്തായിരുന്നു കുഷ്ഠമുണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഏതോ ഒരു ഭാഗത്തായിരിക്കണം കുഷ്ഠരോഗം ഉണ്ടായിരുന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഏലീശ പ്രവാചകൻ തന്റെ ശരീരത്തിൽ രോഗമുള്ള ആ ഭാഗത്ത് കൈവീശി തന്നെ സൗഖ്യമാക്കുമെന്നാണ് താൻ വിചാരിച്ചത് എന്ന് നയമാൻ പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ മറ്റൊരാൾക്ക് കാണുവാൻ കഴിയുന്ന ശരീരഭാഗത്തായിരുന്നോ അതോ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്ന ഏതെങ്കിലും ഭാഗത്താണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരു ഭാഗത്തായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി മനസ്സിലാക്കിയതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു ഭാഗത്താണെങ്കിൽ അവൾ തന്റെ യജമാനത്തി പറഞ്ഞ് അറിഞ്ഞതാകാം. എത്ര വലിയ പരാക്രമശാലിയാണെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ മാന്യനാണെങ്കിലും തന്റെ ഭർത്താവ് കുഷ്ഠരോഗിയാണെന്നുള്ളത് നയമാന്റെ ഭാര്യയെ വ്യസനിപ്പിച്ചിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു വിഷമം എപ്പോഴും മുഖത്ത് പ്രകടമായിരുന്ന തന്റെ യജമാനത്തിയോട് ഈ ബാലിക കാര്യം ചോദിച്ചു മനസ്സിലാക്കിയതാകാം. നേരിട്ട് കണ്ടറിഞ്ഞതാണെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയതാണെങ്കിലും ഈ കാര്യം അവൾക്ക് അറിയുവാൻ കഴിഞ്ഞു എന്നുള്ളത് അവളുടെ ഒരു വിശേഷത തന്നെയാണ്. തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് നമുക്ക് അവളെ സാമാന്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി എന്ന് വിളിക്കാം. പ്രായപൂർത്തിയായി വിവാഹമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും പലരിലും കാണാത്ത കോമൺ സെൻസ് എന്ന ഈ ഗുണം ഈ ചെറിയ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നു. പ്രായോഗിക കാര്യങ്ങളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള കഴിവിനെയാണ് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്. ഇതിൽ ജ്ഞാനവുമുണ്ട്, വിവേകവുമുണ്ട്. എന്ത് ചെയ്യണം എന്നറിയുന്നതാണ് ജ്ഞാനം. എന്നാൽ അത് എവിടെ എപ്പോൾ ചെയ്യണമെന്നറിയുന്നതാണ് വിവേകം. സാമാന്യ ബുദ്ധി എന്ന ദൈവദത്തമായ ഈ വിശേഷത ഓരോ വ്യക്തികളും വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. സദൃശവാക്യങ്ങളിലാണ് ഈ വിഷയം കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 13, 14, 21 എന്നീ വാക്യങ്ങളും 8-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 13-ാം അധ്യായം 16-ാം വാക്യവും 16-ാം അധ്യായം 22-ാം വാക്യവും 26-ാം അധ്യായം 11-ാം വാക്യവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളുടെ ആകെത്തുകയെ നമുക്ക് 3 വാചകങ്ങളായി ചുരുക്കാം. 1. സാമാന്യ ബുദ്ധി വികസിപ്പിക്കുന്നത് പൊന്നും വെള്ളിയും സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇക്കാലത്ത് വിദ്യാഭ്യാസം ജോലിക്കും ധനസമ്പാദനത്തിന് മാത്രമുള്ളതായി പരിമിതപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെ കോമൺ സെൻസ് വികസിപ്പിക്കപ്പെടുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ബൈബിൾ കൂടുതൽ വില കൽപ്പിക്കുന്നതിന് ദൈവമക്കളായ നാമും വില കൊടുക്കണം. ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം, തൽക്ഷണ സംതൃപ്തിക്കുള്ള ആഗ്രഹം സാമാന്യ ബുദ്ധിയുടെ ശത്രുവാണ്. പലരും ദൈവം നൽകിയ സാമാന്യ ബുദ്ധി വേണ്ടെന്ന് വച്ച് താൽക്കാലികമായ സുഖവും സംതൃപ്തിയും തിരഞ്ഞെടുത്തുകൊണ്ട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വേദനകളിൽ കഴിയുന്നത് നാം കാണാറുണ്ട്. സാമാന്യ ബുദ്ധി വളർത്തിയെടുക്കുന്ന വ്യക്തി തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും അത് ഉപയോഗിക്കാത്ത വ്യക്തി തൻ്റെ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു.
പ്രിയ സഹോദരിമാരെ, കോമൺ സെൻസ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ വിശേഷതയാണ്. ചുറ്റുപാടുകളെ നന്നായി നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുടുംബം, സഭ, ജോലിസ്ഥലം ഇവയെല്ലാം നമ്മുടെ ചുറ്റുപാടുകളാണ്. നമുക്ക് ദൈവം നൽകിയ 5 ഇന്ദ്രിയങ്ങളും ഈ ചുറ്റുപാടുകളെ വിവേചിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ നാം വികസിപ്പിച്ചെടുക്കണം. കാണേണ്ടതും കാണണ്ടാത്തതും, കേൾക്കേണ്ടതും കേൾക്കണ്ടാത്തതും, രുചിക്കേണ്ടതും രുചിക്കേണ്ടാത്തതും, സ്പർശിക്കേണ്ടതും സ്പർശിക്കേണ്ടാത്തതും വേർതിരിച്ചറിയുവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് കഴിയണം. ചുറ്റുപാടുകളെ ശരിയായി തിരിച്ചറിയുവാൻ കഴിയാത്തതുകൊണ്ടാണ് സംഭവിച്ചു പോയ അബദ്ധങ്ങളെക്കുറിച്ചും നഷ്ടമാക്കിയ അവസരങ്ങളെക്കുറിച്ചും ചെയ്യാൻ കഴിയാതെ പോയ നന്മകളെക്കുറിച്ചുമൊക്കെ പരിതപിക്കേണ്ടി വരുന്നത്. സാമർഥ്യമുള്ള ഒരു ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുന്നു. ഇത് സദൃശ്യവാക്യങ്ങൾ 31:27 നാം വായിക്കുന്നുണ്ട്. നയമാന്റെ വീട്ടിലെ ഈ പെൺകുട്ടിക്ക് ഒരു ഭാര്യയായ സ്ത്രീയുടെ പ്രായമോ പക്വതയോ ഒന്നുമില്ലായിരുന്നുവെങ്കിലും അസാമാന്യമായ അവളുടെ നിരീക്ഷണ പാടവം അവളുടെ ചുറ്റുപാടുകളെ നന്നായി തിരിച്ചറിയുവാനായിട്ട് അവളെ സഹായിച്ചു. സാമാന്യ ബുദ്ധിയെ ശരിയായി ഉപയോഗപ്പെടുത്തി ചുറ്റുമുള്ളവരെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്രയോ ഭംഗിയും സന്തോഷവും ഉള്ളതാകുമായിരുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവം നൽകിയ സാമാന്യ ബുദ്ധിയെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നവരാകാം. അതിലൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും നിലനിർത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഈ ചെറിയ പെൺകുട്ടിയുടെ പ്രസ്താവനയിൽ പ്രകടമാകുന്ന മറ്റൊരു ഗുണം നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.